അതെ, ഇപ്പം മാങ്ങാ സീസൺ അല്ലേ, നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു കിട്ടില്ല ഐറ്റമാണ് കേട്ടോ, സൂപ്പറാണ്. മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിനായി ഞാനിവിടെ കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 6 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇനി ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നല്ല പോലെ ഒന്ന് തള വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് വേണം. അപ്പോൾ അതിനായി 1 മൂടി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ കുരുമുളകും 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മാങ്ങ ഇവിടെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം ശർക്കര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 പാക്കറ്റ് തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ആ ഒരു തേങ്ങാക്കൂട്ട് നമ്മുടെ മാമ്പഴത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടി ആവശ്യമുണ്ട്. അതിനായി ഒരു കടായി വെച്ച് കൊടുത്തിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുകും ഉലുവയും പൊട്ടിക്കാനിടാം. ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം ഒരു അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് താളിച്ചിട്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടിട്ടാ. കാണുമ്പോൾ തന്നെ അതിൽ വെള്ളം വരും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.